നമസ്കാരം. റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചടയമംഗലത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ മണ്ഡലാടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് ആർടിഒ മിനി ഷറഫുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. കൊല്ലം ആർടിഒ NC അജിത് കുമാർ വിഷയാവതരണം നടത്തി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ജനകീയ സദസ്സിൽ വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. വിവിധ അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. റൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. പിന്നുള്ളത് 5:30 മണിക്കാണ്. അപ്പൊ ജോലി ചെയ്യുന്ന പല ആളുകളെ സംബന്ധിച്ച് 3 മണിക്ക് ശേഷം പിന്നെ 5:30 മണി വരെ കൊല്ലം ഡിപ്പോയിൽ കൊല്ലം മണത്തറയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊരു 4 മണിക്ക് അല്ലെങ്കിൽ 4:30 മണിക്ക് 1-2 ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ജോലിക്ക് പോകുന്ന, സ്കൂളുകളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ഗുണകരമായിരിക്കും. അപ്പോഴും കൊല്ലം ഡിപ്പോയിൽ നിന്നും അതുപോലെ ചടയമംഗലം ഡിപ്പോയിൽ നിന്നായാലും മണത്തറയ്ക്ക് 3 മണിക്ക് ശേഷം 5:30 മണി വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് ആവശ്യമായ ഒരു നിർദ്ദേശം കൂടി ഉണ്ട്. പിന്നെ ഈ പറയപ്പെടുന്ന ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ഓരോ ആളുകൾ വെച്ചിട്ടുള്ള നിർദ്ദേശത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിനാവശ്യമായ ഇടപെടൽ ബഹുമാനപ്പെട്ട ജില്ലാ മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ. ഏറ്റവും കൂടുതൽ ഈ പൊതുഗതാഗതം കോവിഡിന്റെ സാഹചര്യത്തിന് ശേഷം നമ്മുടെ പൊതുഗതാഗതം പലരും ഉപേക്ഷിച്ചിട്ട് ബൈക്കിലും കാറിലും ഒക്കെ അവരുടെ യാത്ര ആരംഭിച്ചപ്പോൾ യാത്രകൾ ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ യാത്രകളെല്ലാം നമ്മൾ കൂടുതലും ഈ സ്വകാര്യ വാഹനങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പം സ്വകാര്യ വാഹനങ്ങൾ നമുക്കറിയാം, ഒരു കഴിഞ്ഞ 3-4 വർഷം മുമ്പുള്ള ഒരു തിരക്കല്ല ഇപ്പോൾ റോഡിലൊക്കെ ഉള്ളത്. ഏത് റോഡിൽ, ചെറിയ ഗ്രാമപ്രദേശങ്ങളുള്ള റോഡിൽ പോലും നമുക്ക് വളരെ ഭീകരമായിട്ടുള്ള റോഡ് ബ്ലോക്കുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനർത്ഥം ഈ സ്വകാര്യ വാഹനങ്ങൾ വളരെ ക്രമാതീതമായി റോഡിൽ ഓടിയിരിക്കുന്നു. അപ്പം അങ്ങനെ വാഹനങ്ങൾ കൂടുന്നത് റോഡ് ബ്ലോക്കുകൾ ഉണ്ടാകും, നമ്മുടെ യാത്രകളെല്ലാം താമസം തടസ്സപ്പെടുന്നു. അതുപോലെ ഇത്രയും വാഹനങ്ങൾ ഉണ്ടാകാവുന്ന മലിനീകരണങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തെ മലിനീകരണപ്പെടുത്തുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് പൊതുഗതാഗതത്തെ ഇഷ്ടപ്പെടുന്നതിന് പ്രാധാന്യം. എത്തിച്ചേരുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് ആൾക്കാർക്ക് അങ്ങോട്ട് പോകുന്നതിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഇവിടുത്തെ ബഹുമാന്യരായിട്ടുള്ള ട്രാൻസ്പോർട്ടിന്റെ ഉദ്യോഗസ്ഥർ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ വർക്കല ടൂറിസവുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു വാഹനം ബഹുമാനപ്പെട്ട KSRTC വകുപ്പിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടുമെങ്കിൽ അത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചും നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടും വളരെ വലിയ ഉപകാരമായിരിക്കും. ജനങ്ങൾക്ക് ആകമാനം പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്യാതെ പോയ നമ്മുടെ അക്കോണ ഭാഗത്ത് നിന്ന് ചടയമംഗലം പട്ടണത്തിലേക്ക് വരുന്ന ബസ്സാണ്. കുമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഫാസ്റ്റ് മഞ്ഞപ്പാറ വഴി അക്കോണം വഴി ചടയമംഗലത്ത് വന്ന് കൊല്ലത്തേക്ക് പോകുന്ന അതിനുശേഷം പലവട്ടം നമ്മൾ നിവേദനമടക്കം കൊടുത്തുവെങ്കിലും അത് പിന്നെ ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം മഞ്ഞപ്പാറ മുതൽ ചടയമംഗലം വരെയുള്ള, പാവൂർ മുതൽ ചടയമംഗലം വരെയുള്ള ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ ചടയമംഗലം പട്ടണവുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും, തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, കൊട്ടാരക്കര പോകണമെങ്കിൽ, ഏത് പ്രദേശത്തേക്ക് പോകണമെങ്കിലും അവർക്ക് ഈ ചടയമംഗലത്ത് വന്നാണെങ്കിൽ പോകാൻ കൊട്ടാരക്കരയിലേക്ക് പോകുന്ന ഒരു ബസ്സാണ്. ഇതിൽ ചാത്തന്നൂർ ഡിപ്പോയിലുള്ള വണ്ടി ഇപ്പോൾ ഇല്ല. അപ്പോ നമ്മുടെ പ്രദേശത്ത് മുഴുവൻ ഒന്നുകിൽ ഓട്ടോയെ ആശ്രയിക്കണം അല്ലെങ്കിൽ ടാക്സിയെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഉള്ളിൽ നിന്നും നമ്മുടെ ഓരോ ടൗണിലേക്കോ കരിയൂരിലേക്കോ റോഡുകളിലേക്കോ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് ആവശ്യമായ ഈ സാധാരണ ജനവിഭാഗത്തിനെ സഹായിക്കുന്നതിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഒരു ബസ് സർവീസ് അത് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഉൾപ്രദേശങ്ങളിലാണ്. നമ്മുടെ മണത്തറ പാരിപ്പള്ളി റോഡും തിരുവനന്തപുരം ചെങ്കോട്ട വരുന്ന മലയോര പാതയും കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗ്രാമീണ റോഡ് പ്രദേശങ്ങളാണ് നമ്മൾ കൊണ്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരു റൂട്ടുണ്ടായിരുന്നു. അതും ഇപ്പൊ നിലവിലില്ല. പാലൂർ ഡിപ്പോയിൽ നിന്നും ചക്കമല പഴയ പുന്നപ്പുറ സമസ്യക്കാരി കൊടുത്ത ഭൂമിയിലുള്ളതാണ് ചക്കമല. ആ ചക്ക
അടക്കമലയിലെ ചല്ലുമുക്ക് സൊസൈറ്റിക്ക് പോയി തലവരം വഴി കിഴക്കുമ്പോൾ കൊട്ടാരക്കര സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ നിലവിലില്ല.